എല്ലാവർക്കും കേരള ഡയറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തിയേറ്ററിൽ പോയി ഉറപ്പായും പൊട്ടിച്ചിരിക്കുമെന്ന് കുട്ടിഘോഷ പല സിനിമകളിൽ ചിരി വരാതെ പോയപ്പോഴും ഈ സിനിമയിൽ ആവശ്യത്തിന് ചിരി ഉണ്ടായിരുന്നു. നല്ല ചിരിക്കാനുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഒരു ഹോം ഹ്യൂമർ കാറ്റഗറിയിൽ പെടുത്താവുന്ന പടം തന്നെയാണ്. തുടക്കം നല്ല പ്രോമിസിങ് ആയിരുന്നു. വിഷ്വലൈസേഷൻ, ചിത്രീകരണം, എഡിറ്റിംഗ് എല്ലാം വളരെ നല്ല നിലവാരത്തിലുള്ളത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഗ്രാമം രാത്രിയിൽ കാണിച്ചിരിക്കുന്ന കാഴ്ചകൾ, ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ, ആ റോഡിൻ്റെ വളവുകൾ, കാടിനോട് ചേർന്ന് നിലകൊള്ളുന്ന വീടുകൾ, രാത്രിയുടെ ശാന്തതയും ഭാവങ്ങളും ഒരുമിച്ച് അകലങ്ങളിൽ നിന്നെത്തുന്ന പ്രകാശം എല്ലാം വളരെ മനോഹരമായി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു ഭംഗി അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കാടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗ്രാമത്തിൻ്റെ ഉൾഭാഗം രാത്രിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഫിലിം ബ്യൂട്ടിക്ക് അത്രയധികം ക്രെഡിറ്റ് കൊടുക്കേണ്ട കാഴ്ചകൾ തന്നെയാണ്. വലിയ സ്ക്രീനിൽ കാണാൻ നല്ല അനുഭവം തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പക്ഷെ സിനിമയുടെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഒരു പാട്ടുണ്ട്. ആ പാട്ട് ആ അനുഭവത്തെ മൊത്തം ഒന്നൊന്ന് തകർക്കാൻ ശ്രമിച്ചായിരുന്നു. അർജുൻ അശോകൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വിടർത്തി, പല്ലൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കുന്ന ഒരു ഫോഴ്സ്ഡ് സ്മൈലിൻ്റെ, പിന്നെ ഒരു ആവശ്യമില്ലാത്ത ഒരു ബോറിങ്, ഒരു ചവർ പാട്ട് ചെറിയൊരു ഡിസ്കണക്റ്റ് സൃഷ്ടിച്ചായിരുന്നു. പക്ഷേ അത് പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ പിന്നെയും അതിൻ്റെ പഴയ ആ ഒരു ഇതങ്ങ് വീണ്ടെടുത്തു. ആവശ്യത്തിന് ഹ്യൂമറുണ്ട്. കുറച്ച് ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ അഭിനയിച്ചിരിക്കുന്ന പലരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് അർജുൻ അശോകൻ്റെ ഫാദറായിട്ട് അഭിനയിച്ച മനോജ് കെയു. അദ്ദേഹം അച്ഛൻ്റെ വേഷം അത്രയധികം നാച്ചുറലായിട്ട് തന്നെ അവതരിപ്പിച്ചായിരുന്നു. അദ്ദേഹം ശരിക്കും അഭിനയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അതിലങ്ങ് ജീവിക്കുമായിരുന്നു. പുള്ളിക്കാരൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലുള്ള സിനിമകളിൽ അഭിനയിച്ചായിരുന്നു. ഇതേ രീതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട വേറൊരു കഥാപാത്രമായിരുന്നു നമ്മുടെ ഗോകുൽ സുരേഷ്. അപ്പോൾ ഗോകുൽ സുരേഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ മുത്തുഗാവ് പോലുള്ള സിനിമകളിൽ അഭിനയിച്ച ഒരു ചോക്ലേറ്റ് ലുക്കുള്ള, അല്ലെങ്കിൽ ഡൊമിനിക് ആൻഡ് ദ പേഴ്സിൽ അഭിനയിച്ച ഒരു ചോക്ലേറ്റ് ലുക്കുള്ള ഗോകുൽ സുരേഷ് അതൊന്നുമല്ല. വളരെ മെച്ചുവേർഡായിട്ട്, കൺട്രോൾഡായിട്ട് പുള്ളിക്കാരനെ കാണാൻ പക്ക സുരേഷ് ഗോപിയുടെ ചെറിയ ആ ഒരു ഫീല് തന്നെ കിട്ടിയായിരുന്നു. നല്ലോണം അഭിനയിച്ചു. സുരേഷ് ഗോപി വന്ന് നിൽക്കുവാണെന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ പല സീനുകളിലും പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് വേഷം എത്തിയായിരുന്നു. പുതിയൊരു ഫേസ് ഈ ഒരു മൂവിയിലൂടെ സൃഷ്ടിച്ചു എന്ന് പറയാം, ഒരു ക്യാരക്ടറിൻ്റെ ഇത്. മൊത്തത്തിൽ പെർഫോമൻസിന് എല്ലാ കഥാപാത്രത്തിൻ്റെയും പെർഫോമൻസ്, സൈജു കുറുപ്പിൻ്റെ സ്ഥിരം ഒരു നിഷ്കളങ്കനായ ഒരു ലുക്കും ആ ഒരു ഇത് എനിക്ക് സൈജു കുറുപ്പിനെ സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ബിഗ് സ്ക്രീനിൽ കാണാൻ. ഒന്നിച്ച് പറയുകയാണെങ്കിൽ പെർഫോമൻസിലെ കൺസിസ്റ്റൻസി എല്ലാ ആക്ടേഴ്സും അതങ്ങ് നല്ലവണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഹൊറർ കോമഡി എന്നൊരു ഓണറിൽ പ്രൊമോട്ട് ചെയ്തതാണെങ്കിലും ഹൊറർ ആംഗിൾ മൊത്തത്തിൽ പൊളിഞ്ഞു പോയായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഇച്ചിരി ഒരു കുറച്ചെങ്കിലും ഹൊറർ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് സ്ക്രീനിൽ ചെറിയ ഹൊറർ മൂവി എന്ന് പറയാത്ത ഹൊറർ സാധാരണ മൂവീസിലാണെങ്കിലും ചില ഹൊറർ സീനുകൾ കാണുമ്പം ഇച്ചിരിയൊക്കെ ഭയം വരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇതിലെനിക്ക് 1% പേടി പോലും വന്നില്ല. ഓക്കെ, ചില സീൻസ് എല്ലാം നല്ലവണ്ണം എൻ്റെ ടെക്നിക്കൽ വർക്കൊക്കെ ഉപയോഗിച്ച് ഒരു ഭയം സൃഷ്ടിക്കാനുള്ള ശ്രമമൊക്കെ നടന്നെങ്കിലും ഒരു ഹൊറർ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയില്ല. കൂടെ അപ്പുറത്ത് വരുന്ന കുഞ്ഞുങ്ങൾ പോലും പേടിച്ച് നിലവിളിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും ഒരു ഇച്ചിരി സന്തോഷത്തോടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഹൊറർ വന്നില്ല എന്നൊരു നിരാശ മാത്രം ഉണ്ട്. എനിവേയ്സ്, ബാക്കിയുള്ളതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമഡി ഡ്രാമ ആയിട്ട് തന്നെയാണ് അത് മുന്നോട്ട് പോയത്. കഥയ്ക്ക് കുറച്ചെങ്കിലും ഇച്ചിരി കൂടി ഒന്ന് പഞ്ച് കൂട്ടിയിരുന്നെങ്കിൽ സിനിമ ആക്ച്വലി ഒരു സൂപ്പർ ഹിറ്റിലേക്ക് എന്നെ നയിക്കാമായിരുന്നു. പക്ഷേ കഥയ്ക്ക് ഒരു ചെറിയൊരു നട്ടൽ മിസ്സിങ് ആയിരുന്നു. ഭയങ്കര വീഴ്ച അല്ലെങ്കിലും ഒരു ആവറേജ് മൂവി, ഒരു എബോ ആവറേജ് മൂവി ആയിട്ട് തന്നെ പറയാം. നമ്മൾ പല ഇതിലും ഞാൻ റേറ്റിംഗ് കണ്ടായിരുന്നു. വളരെ കുറച്ച് ഇതായിട്ട് ചിലർ പറയും, മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഒരു 3.5 ഔട്ട് ഓഫ് 5 കൊടുക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. ഭദ്രൻ എന്ന കഥാപാത്രം അഭിനയിച്ച ശ്രാവൺ മുകേഷ് നല്ല ബോറായിരുന്നു. മൊത്തത്തിൽ ബാക്കി കാസ്റ്റിംഗ് ഒന്നും വലിയ കുഴപ്പം പറയാനില്ല. സിനിമ മൊത്തത്തിൽ കൊള്ളാം. മൊത്തത്തിൽ കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് സുമതി വളവ്.